ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റിയ പാവയ്ക്ക തോരനാണ് കേട്ടോ. കയ്പില്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒട്ടും കയ്പില്ലാതെ പാവയ്ക്ക തോരൻ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കയ്പില്ലാത്ത പാവയ്ക്ക തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. നമ്മുടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതി. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് ചെറിയ പീസുകളായിട്ട് മുറിക്കുക കേട്ടോ. വലിയ പീസുകളായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാവയ്ക്ക കുക്കായി കിട്ടുന്ന സമയം എടുക്കും. അതുകൊണ്ട് കനം കുറച്ച് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം, പച്ചമുളക് ചേർത്തിട്ട് ഉണ്ടാക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 മതി. പച്ചമുളക് എരിവ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിനനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് പാവയ്ക്ക കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇത് കണ്ടോ, നല്ല കനം കുറച്ച് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നീളത്തിൽ 3 കട്ട് ചെയ്തു. അതിനുശേഷം കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോരനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഒരു 3 പിഞ്ചോളം ജീരകം, നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അത് പച്ചമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പാവയ്ക്കും നമ്മുടെ സവോളയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. പാവയ്ക്കൊക്കെ കയ്പേ ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഗ്രീൻ കളറിൽ പാവയ്ക്കയില്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ പാവയ്ക്ക, ആ പാവയ്ക്കാണെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പാവയ്ക്കത്തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും. അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ ഒരു തൈരിൻ്റെ ടേസ്റ്റും ഒക്കെ നമ്മുടെ പാവയ്ക്കയിലേക്കൊന്ന് പിടിച്ചു വരാനായിട്ടാണ് നമ്മൾ 10 മിനിറ്റ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ പാവയ്ക്ക മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ കമൻസ് വരാറുണ്ട് വെളിച്ചെണ്ണ ചേർക്കാമെന്ന് പറയുമ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണമെന്ന്. നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്കൊരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വറ്റൽമുളകൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ആ സവോള ചേർത്ത് കൊടുക്കുക. സവോളയുടെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ചേർക്കാം കേട്ടോ. സവോള വഴറ്റി സമയം കളയണ്ട, എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ ബർണറിൽ വെക്കുക കേട്ടോ. വലിയ ബർണറിൽ വെച്ച് കുക്ക് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക കുക്കായി വരാനുള്ളതാണ്. അപ്പോൾ ചെറിയ ബർണറിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് ഒരു 10 മിനിറ്റ് സമയം എടുക്കും കുക്കായി വരാൻ. അപ്പോൾ 1/4 ഭാഗം കുക്കായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാനുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായി വരട്ടെ. സവോളയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ സവോളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 ഉള്ളി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളി നന്നാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതാണ് നമ്മൾ സവോളയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിനി ഇത്
അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. ഒരു 3/4 ഭാഗം കുക്കാവുന്നത് വരെ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരുമിച്ചാക്കി വയ്ക്കുക. അതിനുശേഷം 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് കുക്കായി വരട്ടെ. നമ്മുടെ പാവയ്ക്ക അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മെഴുക്കുവരട്ടിയായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ പരിപാടി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് പാവയ്ക്ക തോരനാക്കി എടുക്കാം. തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാവയ്ക്കും ആ ഒരു സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരളവിലുള്ള ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ആ തേങ്ങയിലേക്കും എരിവൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് തേങ്ങയിലേക്കും ഉപ്പൊക്കെ പിടിച്ചു വരിക. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ ഒരു റെസിപ്പി. പിന്നെ പാവയ്ക്കയ്ക്ക് കയ്പും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കയ്പ് പോകാനായിട്ട്. അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിഴിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിരിക്കട്ടെ. നമ്മൾ തേങ്ങയും ചേർത്ത് അടച്ചു വെച്ചിട്ട് വീണ്ടും 1 മിനിറ്റ് ആയി. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒത്തിരി ഉള്ളൂ നമ്മുടെ പാവയ്ക്ക തോരൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.